ഹായ്. വോട്ട് വഴിയിൽ ഇപ്പോൾ കാസർഗോഡ് കുമ്പടജെ പഞ്ചായത്തിലൂടെ യാത്ര തുടരുകയാണ്. നേരത്തെ നമ്മൾ എൻഡോസൾഫാൻ ബാധിതരുടെ പ്രശ്നങ്ങളാണ് കണ്ടതെങ്കിൽ ഇനി നമുക്കൊപ്പമുള്ളത് ഒരു കൂട്ടം കർഷകരാണ്. പ്രത്യേകിച്ച് അടക്ക കർഷകരുടെ പ്രശ്നമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അറിയാം, കാസർഗോഡ് ജില്ലയിലെ 30% കർഷകർ 30% ഏരിയയും അടയ്ക്ക കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടയ്ക്ക ഇവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ്. അടയ്ക്ക കർഷകർ മാത്രമല്ല, അടയ്ക്ക കൃഷിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവരും നിരവധിയാണ്. ഇവരിപ്പോ ഭീതിയിലാഴ്ത്തുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ അടക്ക നിരോധിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഒരു അഫിഡാവിറ്റ് നിലനിൽക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കാസർഗോഡെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രചാരണ വിഷയമായേ പറ്റൂ. ഏതായാലും കർഷകരോട് തന്നെ നേരിട്ട് നമുക്ക് സംസാരിക്കാം. അടയ്ക്ക കർഷകർ നേരത്തെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ ഉള്ള പ്രശ്നം അടയ്ക്ക നിരോധനം സംബന്ധിച്ചുള്ള ഒരു നിലനിൽക്കുന്ന ചില സംഗതികളാണ്. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ അടയ്ക്ക ക്യാൻസറസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടയ്ക്ക നിരോധിക്കുമെന്ന ആശങ്കയുണ്ടോ? ആശങ്കയില്ല. അടക്ക നിരോധിച്ചാൽ ലക്ഷക്കണക്കിലൂടെ കൃഷിക്കാരും കൃഷിപ്പണിക്കാരും എല്ലാം നാശാവും എന്ന് പറഞ്ഞാൽ അടക്ക മുമ്പേ ഉണ്ട്. അതിൻ്റെ പിന്നെ നമുക്കതിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഉള്ള ഇതാണ്. ഇതൊരു ദൈവിക സംബന്ധമായ കാര്യം കൂടിയാണ്. അതെ, പക്ഷെ ഇപ്പൊ പറയുന്ന ഒരു കാരണം ഇത് ക്യാൻസറിന് കാരണമാകുമെന്നാണ്. 5000 കൊല്ലം മുമ്പ് തന്നെ അപ്പൊ ക്യാൻസർ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ്. ഒരു 1000 പേർക്ക് ഒരു 5 പേർക്കെങ്കിലും സാധാരണ എത്രയോ കൊല്ലം മുമ്പുള്ളതാണ്. പക്ഷെ ഇന്ന് അത് കൂടുതൽ പ്രോസസ്സ് ചെയ്യുന്നത് മാത്രമല്ല, ജനങ്ങൾ വർദ്ധിക്കുന്നു, പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നു. അല്ലാണ്ട് അടക്ക കൊണ്ടാണെന്ന് പറയാൻ പറ്റൂല. അടക്ക കൊണ്ടാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അടയ്ക്ക കർഷകരുടെ മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പൊതുവില് കൃഷിക്കാർ വലിയ പ്രതിസന്ധിയെ നേരിടുന്നതാണ്. ഒന്ന് പിന്നെ ഉൽപാദന ചെലവ് കൂടുതലും വരുമാനം കുറവും. അതിന്റെ ഭാഗമായി കൃഷിക്കാരൻ കൃഷി ഇറക്കുന്നതിന് വേണ്ടി ബാങ്കിനെ ആശ്രയിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് റുപ്യ കടം വാങ്ങിയിട്ട് ആ കടം തിരിച്ചടക്കാനുള്ള വരുമാനം ഇത് ലഭിക്കുന്നില്ല. പുതിയ കൃഷി ഇറക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒന്ന് മാത്രമല്ല, ഈ കാസർഗോഡ് ജില്ല പൂർണ്ണമായും കേരളത്തിന്റെ പകുതിയോളം മേഖലയിൽ പിന്നെ അടക്ക കൃഷി ആശ്രയിച്ച് ജീവിക്കുന്നത് പ്രധാനപ്പെട്ട കൃഷി. പിന്നെ അതുപോലെ തന്നെ റബ്ബർ, നാളികേരമുണ്ട്. ഇപ്പൊ എല്ലാ കൃഷിയും തകർച്ചയിലാണ്. അതിന് പ്രത്യേകിച്ച് അടക്ക കൃഷിയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത്. ഒന്ന് പിന്നെ അടക്ക കൃഷിക്കാരൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് ഉൽപ്പന്നിച്ച് മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്ര വില കിട്ടും എന്ന ഒരു ധാരണയും കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം. അടക്ക കിലോയ്ക്ക് എന്ത് വിലയുണ്ട്? അടക്ക കിലോയ്ക്ക് ഇപ്പൊ ഒരു 160-70 റുപ്യ വരെ. ആ 160-70 വരെ വില ലഭിച്ചു കഴിഞ്ഞാൽ അത് തോട്ടത്തിൽ നിന്ന് പറക്കിക്കൊണ്ടുവരുന്ന കൊടുക്കേണ്ട കൂലി കിട്ടൂല. അതാണ് കൃഷിക്കാരൻ. പിന്നെ അതിന്റെ കീടനാശിനി അതിന് ദിവസം പണിയാണ്. 364 ദിവസം, ഒരു വർഷത്തിൽ 364 ദിവസം അടക്ക കൃഷിക്ക് പണിയാണ്. ആ ജോലി തീരലില്ല. പിന്നെ അപ്പോൾ അത് വരുമാനം കിട്ടാനാകുമ്പോൾ അത് വലിയ പിന്നെ കാലവർഷക്കെടുതി വേറെ പോകും. പിന്നെ രോഗങ്ങൾ ബാധിച്ച് അങ്ങനെ പോകും. പിന്നെ അങ്ങനെ കൃഷിക്കാരനാകെ തന്നെ ഇതിൽ ഉൽപാദനം കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ജലസേചന സൗകര്യത്തിന്റെ കുറവാണ്. വലിയ ജലസേചന സൗകര്യമില്ല. ഈ ചൂട് കൂടി വരുന്ന ചൂട് ഇതിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അല്ലേ? ചൂട് എന്ന് പറഞ്ഞാൽ അബവ് 40 ഡിഗ്രി സെന്റിഗ്രേഡ് പോയാൽ അടക്ക ഇത് സ്മോൾ എന്താ കന്നഡത്തിൽ നള്ളി എന്ന് പറയും, ചെറുത്, അത് ഉതിർന്നു പോകും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ വർഷം ഇപ്പൊ 2 ദിവസം മുമ്പ് 2 ദിവസം 42 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നു. നമ്മളെ ഈ ഏത്തടുക്ക ഏരിയയിൽ 42 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടായിരുന്നു. അപ്പൊ 38 പോയാൽ തന്നെ അടക്ക കൃഷിക്ക് വലിയ ബാധിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ പ്രശ്നമുണ്ടോ? വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. അടക്ക കൃഷിക്ക് വേനൽക്കാലത്ത് ശരിയായിട്ട് വെള്ളം കിട്ടേണ്ട ഒരു കൃഷിയാണത്. സാധാരണ ഈ ഭാഗത്ത് മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേ വെള്ളം കുറവാണ്. ഇപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുതലാകുമ്പോൾ പിന്നെ ജാസ്തി വെള്ളം വേണം. അങ്ങനത്തെ വെള്ളം കുറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അത് നല്ലോണം എഫക്റ്റായിട്ട് നള്ളി താഴെ പോകുന്നു. അതുമാത്രമല്ലാതെ മഴക്കാലത്ത് മഹാളി രോഗം വരുന്നതിന് അത് അതിനായിട്ട് ബുദ്ധിമുട്ടാക്കുന്നു. ഇപ്പോൾ ഒരു 5-6 കൊല്ലത്തിന് ഇപ്പുറം ഈ നാട്ടിൽ മഹാളി രോഗത്തിൽ സാധാരണ 30-40% അടക്ക പൂണുണ്ടേയുണ്ട്. വേനൽക്കാലത്ത് ഈ ചൂടിൽ ഇപ്പോൾ ലാസ്റ്റ് ഇയർ സാധാരണ ഒരു 30% ക്രോപ്പ് വേനൽക്കാലത്തെ ചൂടിലേ പോയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. ഇപ്പോൾ ഇക്കൊല്ലത്തേക്ക് ഈ രണ്ട് മഹാളിയും ഈ ചൂടുമായിട്ട് ഈ നാട്ടിൽ ഒരു 40% ക്രോപ്പേ കിട്ടൂലൂ. എവറേജ് ക്രോപ്പിന്റെ ഒരു 40% ക്രോപ്പ് ഇക്കൊല്ലം നമ്മളെ കൃഷിക്കാർക്ക് കൈക്ക്. തെരഞ്ഞെടുപ്പ് കാലമാണ്, അപ്പം രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചോദിച്ചു വരുന്നുണ്ടാവും. ഈ ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ടോ? രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ നമ്മളോട് അവർക്ക് വേണ്ടി ഇതിനെ ഇതെടുക്കുന്നല്ല, നമുക്ക് കൊടുക്കാൻ ഒരു ആശ്വാസന കൊടുക്കും. അതായത് ഇതുവരെ നമുക്ക് കിട്ടിയൊന്നുമില്ല. രാഷ്ട്രീയക്കാരെ പറഞ്ഞ ഒരു സൗകര്യത്തും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താണ് നിങ്ങളുടെ അടക്ക കർഷകരുടെ പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഇപ്പൊ മുന്നോട്ട് വെക്കാനുള്ളത്? അടക്ക കൃഷി പറഞ്ഞാൽ 365 ദിവസവും 24 മണിക്കൂറും ലേബർ ഓറിയന്റഡ്. അതിന് ലേബർ വേണം.
ഇത് അല്ല സർക്കാർ വെള്ളം ഭാഗത്തുനിന്ന് വേണം. ചെയ്യേണ്ടത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ഇപ്പൊ സർക്കാരിന്റെ ഇപ്പോഴത്തെ പോളിസി തന്നെ ഈ ലേബറിനെ പ്രോബ്ലം ആക്കുന്നുണ്ടാ. ഇപ്പോഴത്തെ സർക്കാരിന്റെ പോളിസി ഉണ്ടല്ലോ, ആളുകളൊക്കെ ആവശ്യത്തിന് അടക്ക പറിക്കുന്ന ആൾക്കാരില്ല, മരുന്നടിക്കുന്ന ആൾക്കാരില്ല. മരത്തിന് പോയിട്ട് മരുന്നടിക്കണമെങ്കിൽ മഹാളി രോഗത്തിന് അവോയ്ഡ് ആക്കണമെങ്കിൽ നമുക്ക് സ്പ്രേ മതി, ബോർഡ് മിക്സ്ചർ സ്പ്രേ കർഷക ചെയ്യുന്നത്. തൊഴിലാളികൾ ആരായുള്ളത് അതിന് ഈ അടയ്ക്ക പറിക്കുന്ന ആളുകള് ഈ ഇവിടെ? എല്ലാ പ്രോബ്ലവും ഇപ്പോഴത്തെ ഗവൺമെന്റ് പോളിസിനെ വരുന്നത്. ഗവൺമെന്റ് ആരെങ്കിലും ഉണ്ടോ അടയ്ക്ക പറിക്കുന്ന തൊഴിലാളികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? നമുക്ക് ഇല്ല ഫെസിലിറ്റിനെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇതായിക്കൊണ്ട് പോകുമ്പോഴും ഓട്ടോമാറ്റിക്കായി ആ കൃഷി നശിച്ചുകൊണ്ടേ പോകുന്നത്. അടയ്ക്ക കർഷകനാണോ? അടക്ക കർഷകൻ. എത്ര സ്ഥലമുണ്ട്? അടക്ക, കൊക്കോ, പെപ്പർ എല്ലാം ഉണ്ട്. ഈ അടക്കയുടെ കൂടെ ഇടവളകൾ ചെയ്യോ? ഇടവളകളിൽ നിന്ന് കാര്യമായി ലാഭം കിട്ടുന്നുണ്ടോ അതോ അടക്ക തന്നെയാണോ ഇത് പ്രധാനപ്പെട്ട? മെയിൻലി പ്രധാനപ്പെട്ടത് അടക്ക. അടക്കാൻ ഒക്കന്നെ കോക്കനട്ട്, പെപ്പർ, കൊക്കോ, ജായ്ക്കായ്, ജാതിക ഇതെല്ലാം ഉണ്ട്. എന്തായാലും ഇപ്പൊ നിന്ന് പോകാവുന്ന ഒരു അവസ്ഥയിലാണോ ഈ കൃഷി കൊണ്ട്? വളരെ ബുദ്ധിമുട്ട്, വെരി ഡിഫിക്കൽട്ട് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അടക്ക നിരോധിക്കും എന്നുള്ള ഒരു ഭയം ആർക്കെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? അടക്ക നിരോധിക്കാൻ കഴിയില്ല. കഴിയില്ല. അടക്ക പറഞ്ഞാൽ അത് ഒരു കമേഴ്ഷ്യൽ ക്രോപ്പാണ്. അത് ഇപ്പോൾ ഫുഡ് ക്രോപ്പ് എന്നാക്കിയിട്ട് അതിനെ നിരോധിക്കാൻ ടൊബാക്കോ ലോബി, പാൻ പരാഗ് ലോബി, ഇങ്ങനെ കുറെ ലോബികൾ അതിന് കൂടിയിട്ട് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് എല്ലാം കൂടിയിട്ട് അടക്കാനെ നിരോധന ആക്കണോ, അങ്ങനെ ആക്കണോ, ഇങ്ങനെ ആക്കണോ. അടക്കാനിട്ട് കമേഴ്ഷ്യൽ ക്രോപ്പാണ്. അത് നിരോധിക്കാൻ എപ്പോഴും കഴിയില്ല. അത് നിരോധിക്കാൻ നമ്മളെ ഇവിടുത്തെ കൃഷിക്കാർ എപ്പോഴും വിടില്ല. ഞാൻ കുറെ ടൈമായിട്ട് അടക്ക കഴിച്ചുകൊണ്ടുണ്ട്. എനിക്ക് ഏത് ക്യാൻസർ വന്നിട്ടില്ല. ഇവിടെ എല്ലാ നാട്ടുകാരും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങളോട് പറയുന്നു. വോട്ട് ചോദിക്കാൻ വരുന്ന ആളുകളോട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ടോ? അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവരല്ലേ ഇതിനെ നേരിടുന്നത്. എന്നാൽ പോലും നമുക്ക് നേരെ പറയാൻ പറ്റുന്നത് അവരോടാണല്ലോ, രാഷ്ട്രീയക്കാരോടാണ്. അതെ, അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. അവര് വോട്ടിനാകുമ്പോ വരും, പിന്നെ അതിന്റെ ഇതനുസരിച്ച് അവർക്ക് അടക്ക ഒരു ഉപജീവന മാർഗമാണ്. അടക്കനെ പറ്റി പറയാം, ക്യാൻസർ വരുന്നു, അത് വരുന്നു, ഇത് വരുന്നത്. അതുകൊണ്ടൊന്നല്ല ക്യാൻസർ വരുന്നത്. അടക്ക കഴിക്കാത്ത ആൾക്കും ക്യാൻസർ ഉണ്ട്. കാലാകാലമായിട്ട് ക്യാംകോയിലും മറ്റെല്ലാം പറയുന്ന ഒരു സജഷൻ, ഇതിന്റെ കറ എടുത്തു കളഞ്ഞിട്ട് ഇത് ഫുഡ് ക്രോപ്പായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതിന്റെ എക്സ്പെരിമെന്റ് വേണ്ടത്ര നടത്തുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ കൃഷിക്കാർ പറയുന്നത്. കാരണം ഇതൊരു ഫുഡ് ക്രോപ്പായി ഇപ്പൊ നമ്മുടെ കോക്കനട്ടൊക്കെ ഫുഡ് ക്രോപ്പ് ആവുന്നുണ്ടല്ലോ, അതുപോലെ ഇതിന്റെ കറ എടുത്തു കളഞ്ഞിട്ട് ശരിയായിട്ടും ഫുഡ് ക്രോപ്പ്, ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ കഴിയും. അതിനുള്ള എക്സ്പെരിമെന്റ് ധാരാളം നടത്തണമെന്നാണ് കൃഷിക്കാർ പറയുന്നത്. എന്നാൽ മാത്രമേ നല്ല വില കിട്ടൂ ഇതിന്, എന്നാൽ മാത്രമേ ഇത് വേണ്ടത്ര വിള ഉണ്ടാക്കാൻ കഴിയൂ. അപ്പൊ അതിനുള്ള സജഷൻസ് ധാരാളം കൊടുക്കുന്നുണ്ട്, പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, വില കിട്ടണമെങ്കിൽ ഗവൺമെന്റ് ഇറക്കുമതി ഒഴിവാക്കണം. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ നമ്മളെ ഇവിടെ ഇത് ഉത്പാദിപ്പിക്കുന്ന ആവശ്യത്തിലധികം അത് കയറ്റുമതി ചെയ്യുന്നതിന് പകരം ഇറക്കുമതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് പൂർണ്ണമായി നിർത്തിയാൽ സ്വാഭാവികമായിട്ട് മെച്ചപ്പെട്ട വില ലഭിക്കും. ലോബിങ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് അടക്ക നിരോധിക്കണം എന്ന് പറഞ്ഞു ആക്കുന്നു. നമ്മൾ എൻഡോസൾഫാൻ നിരോധിക്കാത്ത നാട്ടിലാണ്. പിന്നെ ഗവൺമെന്റ് ആരോഗ്യ മന്ത്രാലയം അങ്ങനെ ഒരു പരാതി സുപ്രീം കോടതിയിൽ കൊടുത്തു. അങ്ങനെ സുപ്രീം കോടതി അത് ഗവൺമെന്റിനോട് അന്വേഷിച്ചു. അപ്പോ പിന്നെ അതൊരു വ്യക്തത ഇപ്പോഴും ആയില്ല. അപ്പൊ അങ്ങനെ ഒരു രോഗങ്ങളോ ഒന്നും ഇത് വരാൻ വേണ്ടി പോകുന്നില്ല. അത് പിന്നെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതാണ്, നിത്യജീവിതത്തിന്റെ ഭാഗമാണ് ഈ അടക്ക എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരു രോഗം വരാൻ ഇല്ല. അപ്പൊ അടക്ക കൃഷിക്കാരെ സംരക്ഷിക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ പിന്നെ കാർഷിക നയങ്ങളിൽ മാറ്റം വരുത്തണം, എങ്കിലും മാത്രമേ കഴിയൂ. ലേറ്റസ്റ്റ് ആയിട്ട് ചെന്നൈയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ക്യാൻസറിന് ഇത് കൊണച്ചൈൻ എന്ന് പറഞ്ഞിട്ടും കൂടെ ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഏതെങ്കിലും കാരണത്താൽ അമേരിക്കത്തെ, ചൈനത്തെ എല്ലാം ഈ അരക്കാനായിട്ട് മെഡിസിൻ ആയിട്ട് യൂസ് ആക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യത്ത് മാത്രം മെഡിസിൻ ആയിട്ട് ചില ആൾക്കാർ യൂസ് ആക്കുന്ന അങ്ങനെ പബ്ലിസിറ്റി ഇല്ല. ഈ ആ പബ്ലിസിറ്റിനെ ഇത് അരക്കാൻ യൂസിനെ അടുക്കി വെച്ചിട്ട് ടൊബാക്കോ ലോബി പിടിച്ചിട്ട് ഇതിനെ നിഷേധാക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ വെറും അടക്ക കഴിച്ചാൽ ആർക്കും ക്യാൻസർ വന്നിട്ടില്ല. ഈ പഞ്ചായത്തില് ഇപ്പോ പൊതുവെ കുടിവെള്ളക്ഷാമമുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് നനയ്ക്കാനുള്ള വെള്ളം എങ്ങനെയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ തടയണങ്ങൾ ഉണ്ടാക്കിയാണ്. ഇവിടെ മെയിൻ സോഴ്സസ് ഒരു പുഴയുണ്ട്. പുഴയിൽ ഓരോ കിലോമീറ്റർ ചെക്ക് ഡാം ആക്കിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കുക. സ്വയം ചെയ്യുന്നതാണ്. ഗവൺമെന്റ് ഉണ്ടാക്കുന്ന എന്താ വെന്റഡ് ഡാംസ് എന്ന് പറഞ്ഞിട്ട് അതിൽ വെള്ളം നിൽക്കുന്നത്, അത് ശരിക്കുള്ള പണി ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓൾഡ് ടൈപ്പ് എത്രയോ കാലങ്ങളിൽ ഒരു ശതമാനങ്ങൾക്ക് ബാക്കിൽ തന്നെ ഓരോ കർഷകനും ഈ വെള്ളം സ്വന്തമായി പമ്പ് ചെയ്യാൻ വേണ്ടി കെട്ടി നിർത്തതാണ്. അത് ഫുള്ള്
മുകളിൽ ബോർവെൽ എടുത്താലും വെള്ളം കിട്ടുന്നത് ഈ തടയണകളിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ്. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ, ഏതെങ്കിലും കാരണവശാൽ ഈ അടയ്ക്ക കൃഷിക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രോത്സാഹനം കിട്ടാതിരിക്കുക, അടയ്ക്ക ക്യാൻസർസ് ആണെന്നുള്ള രീതിയിൽ അത് സുപ്രീം കോടതി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഈ ക്രോപ്പിൽ നിന്ന് മറ്റൊരു ക്രോപ്പിലേക്ക് മാറാൻ കഴിയുമോ? അങ്ങനെ മാറണമെങ്കിൽ ഗവൺമെന്റ് ഇവർക്ക് പരിപൂർണ്ണ സംരക്ഷണം നൽകണം. അങ്ങനെ വന്നാലേ വേറെ കൃഷിയിലേക്ക് മാറാം. അതല്ലാണ്ട് അല്ലെങ്കിൽ കോടി ലക്ഷക്കണക്കിന് രൂപ കടക്കണില്ലാന്നുള്ളത് കൃഷിക്കാർ അത് എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ വന്നാൽ ഇവിടെ ഏറ്റവും വലിയ ആത്മഹത്യ പെരുകും. തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യേണ്ടത്, തൊഴിലാളികൾ ഇതിനെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത്. ആ തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും, കൃഷിക്കാരെ ആത്മഹത്യ ചെയ്യേണ്ടി വരും, പിന്നെ വലിയ ഒരു പ്രതിസന്ധിയെ ഗവൺമെന്റ് നേരിടേണ്ടി വരും. അതാണ് വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ ജലസേചന സൗകര്യം ഒരു പണിയെല്ലാം എടുത്തിട്ട് ജീവിക്കുന്നുള്ള എത്രയോ ഇതുള്ള ആളാണ് ഇത് ജോലി ചെയ്യുന്നത്, അതെല്ലാം നഷ്ടപ്പെടുന്നില്ലേ? പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അടക്കാൽ ഒരു ക്യാൻസറിന്റെ ഒരു സംഗതിയില്ല. എത്രയോ പ്രായ ആൾക്കാർ 90, 95, 100 വയസ്സായ ആൾക്കാർ ഇന്നും ഇവിടെ അടക്ക തിന്നുന്നുണ്ട്, ചപ്പ് തിന്നുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു ക്യാൻസർ വന്നതൊന്നുമില്ല. ഇവര് കച്ചവടത്തിൽ നിന്ന് രാവിലെ വിലക്കെടുത്താലേ വൈകുന്നേരം ആകുമ്പോഴേക്ക് വില മാറി അത് കുറഞ്ഞു. അപ്പൊ ഇവര് ബുദ്ധിമുട്ടല്ലേ? ക്യാൻസറിനെ പറ്റി ഏതൊന്നും ഇപ്പൊ നമ്മളെ നാട്ടിൽ 100 വയസ്സ് 105 വയസ്സായ ആൾക്കാർ ഇന്നും തിന്നുന്നുണ്ട്, തുമ്മാൻ തിന്നുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനെ പറ്റി ഒരു ക്യാൻസറും ഇവിടെ ഞങ്ങൾക്ക് കാണുന്നില്ല. ജലസേചന സൗകര്യത്തിന്റെ വലിയ ബുദ്ധിമുട്ടാണ് ജലസേചന സൗകര്യം ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഈ നെടുവണ്ണാരി ഒരു അണക്കെട്ടുണ്ട്, അത് പൊട്ടി പൊളിഞ്ഞു പോയി. സർക്കാരിന്റെ ശ്രദ്ധയിൽ പല പ്രാവശ്യം പ്രത്യേകം ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിൽ അതിനെ പുതുക്കി പണിയാൻ വേണ്ടി ചെയ്തില്ല. അതുകൊണ്ട് ഇപ്പോൾ വെള്ളമില്ല, വെള്ളം നിന്നു. ഇപ്പൊ താഴെയും മേലെ പോയി കല്ലുകൊണ്ട് കെട്ടുന്നതുകൊണ്ട് സ്വല്പം വെള്ളമുണ്ട്, അത് 10-15 ദിവസം കിട്ടും. പിന്നെ 2 മാസക്കാലം ജലസേചനത്തിന് വേണ്ടി വെള്ളമില്ല. ആ ഒരു സംവിധാനം ഗവൺമെന്റ് ആക്കുന്നില്ല. പിന്നെ ഈ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി ഒരു സംവിധാനം ഗവൺമെന്റ് ആക്കുന്നില്ല. ഈ പിന്നെ ചെറുപുഴയാണ് ഇത് വരുന്നത്. ആ ചെറുപുഴയിൽ 2 സൈഡും ഭിത്തി കെട്ടണം. ഭിത്തി കെട്ടിയിട്ട് പിന്നെ എങ്കിൽ മാത്രമേ വെള്ളം ഇത് നിൽക്കൂ, അല്ലെങ്കിൽ വെള്ളം നിൽക്കൂല, വെള്ളം മറ്റൊരു ഭാഗത്ത് കൂടി പോകും. അപ്പൊ ആ സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല. അപ്പൊ ആ പിന്നെ കൃഷിക്കാരെ സംരക്ഷിക്കണമെങ്കിൽ ഒന്ന് ഈ പിന്നെ കൃഷിക്ക് ഉൽപ്പന്നത്തിന് താങ്ങുവില നിശ്ചയിക്കുക, താങ്ങുവില പിന്നെ അതുപോലെ തന്നെ ജലസേചന സൗകര്യം ചെയ്യുക, പുതിയ കൃഷി രീതിയിലേക്ക് ആക്കുക. കൃഷിക്കാർക്ക് ഒരു പ്രാവശ്യത്തേക്ക് കൃഷിക്കാരെ ആവശ്യങ്ങൾ നിരവധിയാണ്. ജലക്ഷാമം രൂക്ഷമാണ്, ജലസേചനത്തിന് സൗകര്യങ്ങളില്ല, മഹാളി രോഗം ബാധിച്ചുകൊണ്ട് അടയ്ക്ക കവുങ്ങ് കൃഷിയുടെ വലിയൊരു ഭാഗം നശിച്ചു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താങ്ങുവില ലഭ്യമാക്കണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് അടയ്ക്ക കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നു, നിരന്തരം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടെയാണ് അടയ്ക്ക നിരോധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നത്. ഏതായാലും ഇത് കാസർഗോഡ് ഉള്ളവരുടെ മാത്രം പ്രശ്നമല്ല, ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അടയ്ക്ക തൊഴിലാളികളുണ്ട്, അവരൊക്കെ ബാധിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ വിഷയമായി, ഒരു പ്രചാരണ വിഷയമായി മുന്നോട്ട് വരും, അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഇവർക്ക് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും വോട്ട് വഴിയിൽ ഇനി അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടരുന്നു.